കൊല്ലം കുണ്ടറ പടപ്പക്കര ഇരട്ടക്കൊലക്കേസിലെ പ്രതി അഖിലിനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ലഹരി വസ്തുക്കൾ വാങ്ങാൻ പണം നൽകാത്തതിനാൽ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് അഖിൽ അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയത്. ഒളിവിൽ പോയ അഖിലിനെ നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ശ്രീനഗറിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തെളിവെടുപ്പിനിടെ സ്വന്തം അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയത് പോലീസിനോട് വിവരിക്കുമ്പോൾ തെല്ലും കുറ്റബോധമില്ലാതെയാണ് അഖിൽ നിന്നത്. വീടിന്റെ മുറ്റത്ത് കൂട്ടം കൂടി നിന്ന ആളുകളെ കണ്ടപ്പോൾ ചെറുപുഞ്ചിരി. കൊലപാതകം നടത്തിയ ശേഷം അമ്മയുടെ സിം കാർഡ് ഒളിപ്പിച്ചു വെച്ചത് പോലീസിന് എടുത്തു നൽകി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 16-നായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ലഹരി വാങ്ങുന്നതിന് വേണ്ടി സ്വന്തം വീട് വിൽക്കാൻ അമ്മയായ പുഷ്പലതയോട് അഖിൽ ആവശ്യപ്പെട്ടു. ഇതിന് പുഷ്പലതയും പിതാവ് ആന്റണിയും തടസ്സം നിന്നിരുന്നു. ഇതായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ലഹരിയിലായ അഖിൽ ചുറ്റിക കൊണ്ട് പുഷ്പലതയുടെ തലക്കടിച്ചു. ശേഷം മരിച്ചു എന്ന് ഉറപ്പുവരുത്താനായി ഉളി ഉപയോഗിച്ച് കണ്ണിൽ കുത്തി. പിന്നീടായിരുന്നു ആന്റണിയെ ആക്രമിച്ചത്. മരണം ഉറപ്പാക്കിയ ശേഷം അഖിൽ അമ്മയുടെ ഫോൺ കൊട്ടിയത്തെ ഒരു കടയിൽ വിറ്റു. ശേഷം ഡൽഹിയിലേക്ക് പോയി. പിന്നീടാണ് ശ്രീനഗറിലേക്ക് വണ്ടി കയറിയത്. പിടിക്കപ്പെടാതിരിക്കാൻ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒന്നും തന്നെ അഖിൽ ഉപയോഗിച്ചില്ല. മുത്തശ്ശൻ മരിച്ച വിവരം മറ്റൊരാളുടെ യൂട്യൂബിൽ നിന്നാണ് അഖിൽ അറിഞ്ഞത്. ശ്രീനഗറിൽ നിന്ന് നേപ്പാളിലേക്ക് പോകാൻ പദ്ധതിയിടുമ്പോഴാണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത്. വിമാനമാർഗം കേരളത്തിലെത്തിച്ച അഖിലിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. റിപ്പോർട്ടർ, കൊല്ലം.